മിനിമം ഒരു 4 വാഹനമെങ്കിലും പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള നല്ലൊരു വീട്. 6.5 സെൻറ്റ് സ്ഥലത്താണ് വീട് വരുന്നത്. 2200 സ്ക്വയർ ഫീറ്റുള്ള 4 ബെഡ്റൂം വീട്. വീട് വരുന്ന ലൊക്കേഷൻ പള്ളിക്കരയിലാണ്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു 200 മീറ്റർ മാത്രം 200 അല്ല 600 മീറ്റർ മാത്രം അകലത്തിലായി ഈ വീട് വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് വരുന്നത്. വീട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മതിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ കാണാം. ഇവിടെ എല്ലാം പില്ലറുകൾ കൊടുത്തിട്ടുണ്ട്. അതിനിടയിലായിട്ട് ഈ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഗേറ്റ്. ആ ഗേറ്റിലും ആ മതിലിലുള്ള ഡിസൈൻ വർക്ക് തന്നെയാണ് സെൻട്രൽ ഭാഗത്ത് വരുന്നത്. ഇവിടെ എല്ലാം ഈ ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടുള്ള വർക്കുകൾ കാണാം. നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് അകത്തേക്ക് വരുമ്പോൾ നല്ല സ്പേസാണ്. കോബിൾ സ്റ്റോൺ ആണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണെന്ന് തോന്നുന്നു അവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കിണർ വരുന്നത് ഈ ഭാഗത്താണ്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. ഇതാണ് നമ്മുടെ കിണർ വരുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് കാർപോർച്ചിൽ ടൈലാണ് നൽകിയിരിക്കുന്നത്. നല്ല ഗ്രിപ്പുള്ള ടൈല് നൽകിയിട്ടുണ്ട്. നല്ല വലിയ ഒരു കാർപോർച്ച് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഈ ഭാഗത്തും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വലിയ ഒരു ഏരിയ തന്നെയാണ് ഇവിടെ വരുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യ സ്ഥല സൗകര്യം ലഭ്യമാണ്. ഇവിടെ വരെയാണ് നമുക്ക് ടൈലുകൾ വിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ മെറ്റൽ ചിപ്സാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ പുറകുവശത്തും അത്യാവശ്യ സ്ഥല സൗകര്യം നമുക്ക് അവൈലബിൾ ആകുന്നത്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾക്ക് ശേഷം നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് സിറ്റ് ഔട്ട്. നല്ല നീളത്തിലുള്ള വലിയൊരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ലപ്പോത്ര ഗ്രാനൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 വലിയ സ്റ്റെപ്പുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. തേക്കുട്ടിലാണ് മെയിൻ ഡോർ. നമ്പർ ലോക്കിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ഗോൾഡൻ ടച്ച് വരുന്ന ഒരു നല്ലൊരു ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ജനൽ, വലിയ നീളത്തിലുള്ള ഒരു ജനലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ ലിവിങ് സ്പേസിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയാണ്. നല്ല വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിങ് കം ഡൈനിങ് ഏരിയയാണ്. ഇവിടെ 2 ജനലുകൾ വരുന്നുണ്ട്. തേക്കൂട്ടിലാണ് ജനലുകളൊക്കെ നൽകിയിരിക്കുന്നത്. സ്റ്റീലിൻ്റെ അഴികളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് നൽകിയിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ഫ്ലോർ ടൈലുകൾ നൽകിയിട്ടുണ്ട്. അത് ജോയിൻ ഫ്രീ ആയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോക്സി നൽകിയിട്ടില്ല. ഇവിടെയാണ് നമുക്ക് ഡൈനിങ് സ്പേസ് വരുന്നത്. നല്ല ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ, നല്ല വാൾ ടൈലുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ജാഗ്വാറിൻ്റേതാണ് ഫിറ്റിങ്സുകളെല്ലാം വരുന്നത്. ഇവിടെ നമുക്കൊരു പർഗോള പോലുള്ള ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കാണാം. പിന്നെ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത ഫോൾ സീലിംഗ് വർക്കുകളൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണയായിട്ട് കുറച്ച് ആളുകളൊക്കെ ഫോൾ സീലിംഗ് വർക്കുകൾ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് ഈ വീട്. കിച്ചൺ ഇവിടെയാണ് വരുന്നത്. കിച്ചണിൽ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് നൽകുന്നതാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ, കിച്ചൺ വിൻഡോ നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെയും അതിൽ സിങ്കെല്ലാം വയ്ക്കുന്നതിനുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അത് നല്ല വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് ഈ വർക്ക് ഏരിയയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയാൽ നമ്മൾ വീടിൻ്റെ പുറകുവശത്തേക്കാണ് പോകുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകൾ ഈ വീടിന് അവൈലബിൾ ആവുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഈ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇതാണ് ബെഡ്റൂമിൻ്റെ ഡോറ് വരുന്നത് തേക്കൂട്ടിൽ തന്നെയാണ്. നമുക്ക് അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വലിയ ബെഡ്റൂമാണ്. ഇത് ഒരുപാട് വലിപ്പമെന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ആ സ്റ്റീലിൻ്റെ അരികൾ കൊടുത്തിട്ടുള്ള നല്ലൊരു ജനൽ വരുന്നുണ്ട്. ഇവിടെയും ഒരു ജനൽ വരുന്നുണ്ട്. ഇത് നമ്മുടെ കാർ പാർക്കിംഗ് സ്പേസിൽ നിന്ന് കാണുന്ന ജനലാണ്. ഇതാണ് ബാത്റൂം വിശാലമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. ലൈറ്റ് അല്പം കുറവുണ്ട്. അതിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കൈ വരുമ്പോൾ വെറ്റും ഡ്രൈയുമായിട്ട് നമുക്ക് ഈ ബാത്റൂം തിരിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ നല്ലൊരു വാൾ ടൈലുകൾ, 2 ഡിഫറെൻറ്റ് കളറുള്ള വാൾ ടൈലുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് ക്ലോസറ്റ് വരുന്നുണ്ട്. ഇത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ് ക്ലോസറ്റുമാണ് നൽകിയിരിക്കുന്നത്. ജാഗ്വാറിൻ്റേതാണ് എല്ലാ ഫിറ്റിങ്സുകളും നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം. നേരത്തെ കണ്ട അതേപോലുള്ള ഡോറിൻ്റെ ഡിസൈൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്.
രണ്ട് സ്ഥലത്തും ജനലുകൾ വരുന്നുണ്ട്. നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്തേക്ക് ഈ ജനൽ വഴി വരുന്നുണ്ട്. ഇവിടെ കൂടുതലൊന്നും പറയാനില്ല. മുകളിൽ ഫോൾ സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റും ഡ്രൈയുമായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മോഡേൺ ഡിസൈനുള്ള ടൈലുകളാണ് ഈ ഭാഗത്ത് ഒട്ടിച്ചിരിക്കുന്നത്. വാൾ ടൈലുകളെല്ലാം ഗ്ലോസി ഫിനിഷ് ഉള്ളതാണ്. ഇവിടെ ഒട്ടിച്ചിരിക്കുന്ന അതേ ടൈലുകൾ തന്നെ നമുക്ക് ഇവിടെ ഈ കൺസീൽഡ് ഫ്ലഷ് ടാങ്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നൽകിയിട്ടുണ്ട്. നമുക്ക് വാൾ ഹാങ്ങിങ് ക്ലോസറ്റും ഇവിടെ വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത്. വുഡൻ സ്റ്റെപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. കോൺക്രീറ്റിൽ ചെയ്തിട്ട് അവിടെ വുഡൻ ഷീറ്റുകൾ ഒട്ടിച്ചിരിക്കുകയാണ്, വുഡൻ പലകകൾ ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ആണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ നൽകി, നല്ല വീതിയുള്ള സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെയാണ് സ്റ്റെപ്പ് പോകുന്നത്. കയറി വരുമ്പോൾ ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്തൊരു ജനൽ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു പർഗോളയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വെളിച്ചം വീടിൻ്റെ അകത്തേക്ക് വരും. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ 2 ജനലുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല നാച്ചുറൽ ലൈറ്റാണ് വീടിൻ്റെ അകത്തേക്ക് വരുന്നത്. ഇപ്പോൾ ലൈറ്റൊന്നും നമ്മൾ നൽകിയിട്ടില്ല. ഇവിടെ ഒരു 2 പാളി ജനൽ, ഇവിടെ ഒരു 3 പാളി ജനലും വരുന്നുണ്ട്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ബാൽക്കണിയാണ്. ഇവിടെ നമ്മുടെ യൂട്ടിലിറ്റി സ്പേസാണ്. അത് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ് ഈ യൂട്ടിലിറ്റി ഏരിയ. അങ്ങോട്ട് നോക്കിയാൽ ആ ഭാഗത്തേക്ക് വയലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല നാച്ചുറൽ ലൈറ്റും വെൻറ്റിലേഷനും ഒക്കെ ഉള്ള രീതിയിലാണ് വീടിൻ്റെ നിർമ്മാണം വരുന്നത്. ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് ടെറസിലേക്ക് പോകാനുള്ള സ്പേസാണ്. മുകളിലത്തെ നിലയിൽ ഈ വീടിന് 2 ബെഡ്റൂമുകളുണ്ട്. ആ ബെഡ്റൂമിൻ്റെ ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്, ഒരു ബെഡ്റൂം അവിടെയും. നമുക്ക് ആദ്യം ഈ ബെഡ്റൂം നോക്കാം. ഇതാണ് ബെഡ്റൂമിൽ കബോർഡ് വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കബോർഡുകൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു 3 പാളി ജനൽ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ഏരിയക്കുള്ള സ്പേസാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂം ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. എല്ലാ ബാത്റൂമും നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് വെറ്റും ഡ്രൈയുമായിട്ട് തിരിക്കുക. ഇവിടെ നേരത്തെ കണ്ടതാണ് ആ ടൈൽ. നല്ല ഭംഗിയുള്ള ടൈലാണ് വരുന്നത്. ഇവിടെ ഷവർ വരുന്നുണ്ട് സെൻട്രൽ ഭാഗത്ത്. അതിൻ്റെ ക്ലോസറ്റും സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കയറി വരുമ്പോൾ വാഷ് ബേസിനും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ 3 പാളിയുള്ള 2 ജനലുകൾ 2 വശത്തും വരുന്നുണ്ട്. കബോർഡ് വർക്ക് ഇവിടെയും ചെയ്തിട്ടില്ല. നമുക്ക് ഇവിടെയും ഒരു ഡ്രസ്സിങ് ഏരിയക്കുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ നമുക്ക് അതിനുള്ള സ്പേസാണ്. ഇവിടെയാണ് ബാത്റൂം. ഇവിടെയും ബാത്റൂം സ്പേഷ്യസ് ആണ്. ടൈലുകൾക്ക് മാത്രമാണ് അല്പം വ്യത്യാസം. ബാക്കി എല്ലാ ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ്. ഇവിടെയും വെറ്റും ഡ്രൈ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. വലിയ നീളത്തിലുള്ള ബാൽക്കണിയാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. നല്ല വലിയ ബാൽക്കണി തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത് സ്റ്റീലിലാണ്. സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ PVC ഉപയോഗിച്ചിട്ടുള്ള പാൻറ്റും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഫോൾ സീലിംഗ് വർക്കാണ്. അവിടെ എല്ലാം ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ വളരെ മനോഹരമാണ്. ഒരു പാടി ലാൻഡിൻ്റെ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ നല്ല കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ ഏരിയ ഒരുക്കിയിരിക്കുന്നത്. 6.5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഏകദേശം 4 വാഹനമെങ്കിലും മിനിമം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കിണർ വെള്ളം അവൈലബിളാണ്. വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന റോഡ് 2 വാഹനങ്ങൾ പോകത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വിലയാണ് പറയാൻ പോകുന്നത്. 1,25,00,000 രൂപയാണ് വില ചോദിക്കുന്നത്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് നമ്മുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.